ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. നമുക്ക് ഇതുപോലെ ആവി പറക്കുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു തോരൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി. ഈസി ആയിട്ട് തന്നെ കറി വെച്ചെടുക്കാൻ പറ്റും. നമുക്ക് രാവിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ലഞ്ച് ബോക്സിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം തയ്യാറാക്കി കഴിക്കാവുന്ന നല്ല രുചിയുള്ള സ്വാദിഷ്ടമായ ഒരു തോരൻ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അധികം എണ്ണയൊന്നും വേണ്ട. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ 2 ചൗ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ കറി തയ്യാറാക്കാവേ. ആദ്യം നമുക്ക് ഇതിൻ്റെ തോടൊന്ന് ചെത്തി എടുത്തിട്ട് വരണം. ഇപ്പോൾ ഞാൻ ചൗ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. തോട് ചെത്തി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ ചൗ തോടെല്ലാം ചെത്തി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. തോരൻ വെക്കുന്നതിനായിട്ട് നല്ല ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ് ഈ നമ്മുടെ ചൗ. അത് ഇങ്ങനെ അരിഞ്ഞെടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം. പപ്പായ തോരൻ വെക്കുന്ന പോലെ അരിഞ്ഞെടുക്കണം. കട്ടി കുറച്ച്, കനം നന്നായിട്ട് കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. ഈ ചൗ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സാമ്പാറിൻ്റെ കൂടെ മാത്രമേ ഇടാൻ കൊള്ളാവുന്നു. ഇത് നമുക്ക് തോരൻ വയ്ക്കാൻ നല്ലതാണ്. അതുപോലെ മെഴുക്ക് വരട്ടിയെടുക്കാം. പലതരത്തിൽ ഈ ചൗ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ പിഞ്ചായതുകൊണ്ട് ഇതുണ്ട്, അതിനകത്തിരിക്കുന്ന കുരുവാണിത്. ഇത് വിളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല കറി വയ്ക്കാനായിട്ട്. നാര് കാണും. ഇത് ഈ പരുവത്തിൽ തന്നെ എടുക്കണം. ഒരു മീഡിയം ആകുമ്പോഴത്തേക്കും തന്നെ പറിച്ചെടുത്ത് അല്ലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മേടിച്ചിട്ട് നമുക്കിതുപോലെ കറി വയ്ക്കാം. ഇപ്പോൾ 2 ചൗവും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയുടെ 1/4 ഭാഗം അതായത് കൊത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 3 പച്ചമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 4 ഇതുപോലത്തെ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അധികം അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കത് മിക്സിയിൽ ജാറിൽ വെച്ചൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനെടുത്ത്, നമ്മൾ കറി വെക്കുന്ന ഒരു പാൻ എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം നമുക്ക് ചൗ ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് വളരെ നല്ലതായിട്ട് തന്നെ കറി വെച്ചെടുക്കാവുന്നതാണ് നമുക്ക്, അധികം എണ്ണയൊന്നും ഒഴിക്കാതെ. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അരപ്പുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേകുന്നതിന് നമുക്ക് ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കാതെ ഇടുന്നത് കൊണ്ട് നമുക്ക് അരപ്പുവെള്ളം വേണം. ചിലപ്പോൾ അരപ്പം ചേർത്ത് കൊടുക്കാം. അരപ്പുവെള്ളം ഒരു 1/2 ഗ്ലാസോളം മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ഒരു വെജിറ്റബിളാണ്. വളരെ ഗുണമുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് ആർക്കും അത്ര അറിയത്തില്ല കേട്ടോ. ഇതിങ്ങനെ ചൗ നമ്മൾ പലരും ഞാൻ ആദ്യമൊക്കെ ഇത് സാമ്പാറിന് മാത്രമേ ഇടുകയുള്ളായിരുന്നേ. ഇപ്പോൾ അത് തോരൻ വയ്ക്കുക, അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഞാൻ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ ഞാൻ ഗ്രോ ബാഗിൽ വെച്ച് വളർത്തിയെടുക്കുന്നതാണ്. നല്ല കറിവേപ്പില നമുക്ക് കിട്ടും. നാച്ചുറലായിട്ട് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് വളർത്തിയ നല്ല കറിവേപ്പില. അതുപോലെ തന്നെ പച്ചമുളകെല്ലാം ഞാൻ തന്നെ നട്ട് വളർത്തിയെടുത്തതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. കറിവേപ്പിലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ചേർത്ത് നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റിന് ഉപ്പും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഇന്ന് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മീഡിയത്തിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അതുകൊണ്ട് വെള്ളമൊക്കെ കണ്ടോ, നമ്മളാ ഒഴിച്ച വെള്ളം വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ വെജിറ്റബിൾ വെന്ത് വരുവേ. അപ്പോൾ ഒരുപാട് നേരം ഒക്കെ നമുക്കിത് സ്റ്റൗവിന്മേൽ വയ്ക്കുകയൊന്നും വേണ്ട. ഇപ്പം തന്നെ ഇത് ഏകദേശം വെന്തായിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം വെന്തോന്ന്. നെക്കി ഇതുപോലെ നോക്കിയാൽ മതി. ഉണ്ട്, ഒരു 3/4 പരുവം വെന്തിട്ടുണ്ട്. നമുക്കിത് മൂടി വയ്ക്കാം വെന്ത് വരുന്നതിനായിട്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പം നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പം നമുക്ക് വെന്ത് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് വെന്ത് കാണും. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ ചൗ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്നെടുത്ത് നോക്കാം. ഇതുണ്ടോ, നന്നായിട്ട് വെന്തു. പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു വെജിറ്റബിളാണ്. കണ്ടോ, പെട്ടെന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇപ്പം നന്നായിട്ടൊന്ന് വറ്റി വരാനായിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ചൗ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കുട്ടികൾക്ക് ലഞ്ചിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും എല്ലാം ഇത് റെഡിയാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഒരു തുള്ളി എണ്ണ പോലും ഇതിനകത്ത് ഞാൻ ഒഴിച്ചിട്ടില്ല. നമുക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചൗ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്ര നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ചൗ തോരൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.